പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈശോ നമ്മളോട് പറയുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വചനങ്ങൾ. വചനം പറയുന്നു, യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ല് വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. നമ്മൾ ഇന്ന് ദൈവത്തോടൊപ്പം ഇരുന്ന് ചിന്തിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സന്ദേശം ശ്രവിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇന്ന് നമുക്ക് തരുന്ന സന്ദേശമാണ്, ദൈവത്തിൻ്റെ വചനമാണ്, ആ കല്ലെടുത്ത് മാറ്റുവിൻ. കല്ല് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 19-20 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 20-ാം അധ്യായത്തിൽ വീണ്ടും ഒരു കല്ലെടുത്ത് മാറ്റുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഈശോയെ അടക്കിയ കല്ലറയുടെ കല്ലായി എടുത്തു മാറ്റി. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈശോ ആ കല്ലെടുത്ത് മാറ്റാൻ പറയുന്നത് ലാസറിൻ്റെ കബറെടുത്തെങ്കിൽ വന്ന് പറയുന്ന വചനമാണത്. കല്ലെടുത്ത് മാറ്റുവിൻ. നമ്മുടെ കല്ലെടുത്ത് മാറ്റാൻ ഈശോ നമ്മളോട് പറയുന്നു. കല്ലെടുത്ത് മാറ്റുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൽ കല്ലെടുത്ത് മാറ്റി ആ കല്ലറയുടെ വാതിക്കൽ ഇരിക്കുന്നത് നമ്മൾ കാണുന്നത് 2 ദൂതന്മാരെ. എന്താണ് നമ്മുടെ ജീവിതത്തിലെ കല്ല്? യേശു പറയുന്നുണ്ട് കല്ലെടുത്ത് മാറ്റാൻ. കല്ലെടുത്ത് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടു എന്ന് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ ഈ കല്ല് നമ്മുടെ അവിശ്വാസത്തിൻ്റെ കല്ലായിരിക്കാം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില കല്ലുകൾ തിന്മയുടെ പൈശാചികമായ ഏതെങ്കിലും ശക്തികളുടെ, അന്ധകാര ശക്തികളുടെ ഇടപെടലുകളായിരിക്കാം. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉയരാൻ പറ്റാത്ത കല്ലുകളായിരിക്കാം. ആർക്കാണോ ആധ്യാത്മിക ജീവിതത്തിൽ ഉയരാൻ പറ്റാതെ വിഷമിക്കുന്നത്? ആരാണോ വചനം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് വചനം പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ടോ? എന്തുമാത്രം അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ, കുടുംബത്തിൽ പറയത്തക്ക രീതിയിൽ പുരോഗതി പ്രാപിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? എത്ര അധ്വാനിച്ചിട്ടും ഫലം കാണാതെ പോകുന്നുണ്ടോ? ഇതൊക്കെ ചില മനുഷ്യ ജീവിതത്തിൻ്റെ ചില കല്ലുകളും ചില തടസ്സങ്ങളുമാണ്. പഠന മേഖലയിലായിരിക്കുന്നവർക്ക് ചിലപ്പം രാത്രി ഏറെ അധ്വാനിച്ച് പഠിച്ചിട്ടും ഫലം കാണാത്ത അവസ്ഥയായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിലെ കല്ല് ഏതാണ്? ഈ കല്ല് മാറ്റാൻ ഈശോ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസവും ഏറ്റവും വലിയ സ്നേഹാനുഭവവും. ചേർന്ന് പറയാമോ ഹല്ലേലൂയ? സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ? യേശുവേ ആരാധന, യേശുവേ നന്ദി. ഞാൻ പലപ്പോഴും കുട്ടികളുടെ ധ്യാനത്തിലും മറ്റുമൊക്കെ ആയിട്ട് പല കുഞ്ഞുങ്ങളും വന്ന് പരാതി പറയുകയും പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, സിസ്റ്ററെ പഠിക്കാൻ പറ്റുന്നില്ല. ചില കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, ചിലർക്ക് മാത്തമാറ്റിക്സ് ആയിരിക്കാം, കണക്ക് എന്തേരെ പഠിച്ചിട്ടും കിട്ടുന്നില്ല. ചിലർ പറയും എല്ലാം പഠിക്കാൻ ഉത്സാഹിക്കാൻ നല്ല തയ്യാറെടുപ്പാണ്. ചിലപ്പോൾ അവരുടെ പേരൻസ് പോലും ഒന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സിസ്റ്ററെ രാത്രി മുഴുവനും ഇരുന്ന് പഠിക്കും, പക്ഷേ പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നു കഴിയുമ്പോൾ മാർക്ക് കുറവാണ്. എന്താ എൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നം? ചില മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ വന്ന് ഞാൻ കണ്ടത് 8-9 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ സ്റ്റേജിലേക്ക് വന്ന കുഞ്ഞുങ്ങൾ പിന്നെ സ്കൂളിൽ പോകാൻ മടി. എന്തിതാ സ്കൂളിൽ പോകുകയില്ല. അത് വലിയ ഒരു വേദനയായിട്ട് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ SLC പരീക്ഷയുടെ സമയത്ത് മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നു. അത് സ്കൂളിലെ ടോപ്പായിട്ട് പഠിച്ചു വരുന്നൊരു കുഞ്ഞാണ്. പക്ഷേ പരീക്ഷ അടുക്കും തോറും പഠിച്ചതെല്ലാം മറന്നു പോകാൻ. അതുപോലെ തന്നെ മിഡ് ടേമിൻ്റെ എക്സാമിൻ്റെ സമയത്ത് ആ കുഞ്ഞിന് ഭയങ്കര വിറയൽ, ഉത്തരം ശരിക്കും എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും ഇവരുടെ ബുദ്ധിമുട്ടുകളെയൊക്കെ കണ്ട് ഈശോയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തരുന്ന വലിയൊരു കാര്യമാണ്, കല്ല് മാറ്റാൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും.
നിന്റെ ജീവിതത്തിലെ കല്ല് മാറ്റുന്നത് ആരാണോ എന്ന് കഷ്ടപ്പെട്ട് വേദനിച്ച് ഈശോയോടെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ കല്ല് മാറ്റാൻ മാലാഖമാരും വരും. ഇവിടെ ലാസറിൻ്റെ കുഴിമാടത്തിൽ ഈശോയാ വന്നത്. ഈശോ വന്നാണ് ആ കല്ല് മാറ്റാൻ പറയുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ ഈശോയെ അടക്കിയ ആ കല്ലറയെങ്കിൽ വെച്ചിരിക്കുന്ന കല്ല് മാറ്റാൻ ആരാ വരുന്നത്? അവിടെ ഈശോ ഇല്ലല്ലോ. പക്ഷേ അവിടെ കല്ല് മാറ്റാൻ മാലാഖമാരെത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിശ്വാസ സത്യമാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനം. ചെന്ന് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ആബാ പിതാവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. കല്ലറയിലേക്ക് വന്ന സ്ത്രീകൾ പരസ്പരം പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യമാണ്, ആരാണ് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുന്നത്? ഇത് അവരുടെ ജീവിതത്തിൻ്റെ തടസ്സമായിരുന്നു. ഇത് അവരുടെ ജീവിതത്തിൻ്റെ കല്ലായിരുന്നു. അവർ ഈശോയെ കാണാൻ, ഈശോയുടെ ശരീരത്തിൽ ആദരവോടുകൂടി ആയിരിക്കാൻ, ഈശോയെ കാണാനുള്ള ആഗ്രഹത്തിൽ അവർ വന്നേ. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നം ഈശോയെ കാണാനുള്ള തടസ്സമായ ഈ കല്ല് ആര് മാറ്റണമെന്നായിരുന്നു. പക്ഷേ ഇത്രമാത്രം ഈശോയെ കാണാനുള്ള കൊതിയോടെ വന്ന ആ പ്രിയപ്പെട്ട ഭക്ത സ്ത്രീകളുടെ മുമ്പിൽ സ്വർഗം കണ്ടു, സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു. അവിടെ മാലാഖമാരെ അയച്ച് കല്ല് മാറ്റുകയും. എൻ്റെയും നമ്മളുടെയും ജീവിതത്തിൽ ഈശോയെ കാണാനും ഈശോയെ സ്നേഹിക്കാനും ഈശോയോടൊത്ത് വ്യാപരിക്കാനും ഈശോയുടെ മക്കളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ എന്ത് തടസ്സമാണെങ്കിലും അത് എത്ര വലുതായ കല്ലാണേലും മാറ്റാൻ ദൈവം സ്വർഗത്തിൻ്റെ ദൂതന്മാരെ കാവലാക്കും, ദൂതന്മാരെ അയക്കും. ചേർന്ന് പറയാമോ ഹല്ലേലൂയ? സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ? യേശുവേ ആരാധന, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഈ കല്ല് മാറ്റി കഴിയുമ്പോൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കല്ലറയുടെ കല്ല് മാറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ ഈശോയുടെ ശരീരം കണ്ടില്ല. കല്ലറ കാണുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പേടി പലപ്പോഴും തോന്നാം. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സെമിത്തേരിയുടെ ഭാഗത്തൂടെ പോകുമ്പോൾ ഒരു പേടിയാണ്, അല്ലെങ്കിൽ കല്ലറ കാണുമ്പോൾ ഒരു പേടി. പല കുഞ്ഞുങ്ങളും അവരുടെ ഒരു ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പം ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ വന്നത്. ഒരു ചെറിയൊരു പേടി, ആ കുഞ്ഞിൻ്റെ പേടിയുടെ കാരണം അയൽവക്കത്തൊരു മരണം നടന്നു. അപ്പം മരണം നടന്നു കഴിഞ്ഞ ശേഷം പിന്നെ ഈ കുഞ്ഞ് തന്നെ പഠിക്കാനിരിക്കുകയില്ല, തന്നെ രാത്രിയിൽ ഏതെങ്കിലും സമയത്ത് ടോയ്ലറ്റ്സിൽ പോകണമെന്നുള്ള ചിന്ത വരുമ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ്. കൂട്ടില്ലാതെ ഒരിടത്തും പോകുകയില്ല. അതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോൾ അമ്മ കൂട്ടിരിക്കണം. അങ്ങനെ കുറച്ചധികം ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെയും ഭയത്തോടെയോ കടന്നു പോകുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന സമയത്ത് ആ മോളോട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഈ പേരൻസ് പറഞ്ഞിരുന്നു, മരണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന്. അങ്ങനെ ഈ മോളോട് സംസാരിച്ച സമയത്ത് ആത്മാവിൽ ഈശോ തന്ന വലിയൊരു സന്ദേശമായിരുന്നു, ഈ കല്ലറ എന്തുകൊണ്ട്, അല്ലെങ്കിൽ സെമിത്തേരി എന്തുകൊണ്ട്, അല്ലെങ്കിൽ മരണത്തെ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് ഭയപ്പെടുന്നതെന്ന്. ആ ഭയപ്പെടുന്ന എന്തെന്ന് പതുക്കെ വന്ന സമയത്ത് കുഞ്ഞ് ഓരോന്നും പറയുമ്പോൾ, സിസ്റ്ററെ മരിച്ചു കഴിഞ്ഞ് അയൽവക്കത്ത് മരണം കഴിഞ്ഞ ശേഷം ആണ് എനിക്ക് പേടി വന്നേ, ഞാനും മരിക്കും, എൻ്റെ പപ്പായും മമ്മിയും മരിക്കും, അങ്ങനെയൊക്കെ ഓർത്താണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത്. പക്ഷേ ഈശോയുടെ ഇങ്ങനെ ആലോചന ചോദിച്ച സമയത്ത് ആത്മാവിൽ ഈശോ തന്ന ഒരു ഉത്തരമായിരുന്നു, ഈ കുഞ്ഞ് മീഡിയയിലൂടെ ഇങ്ങനെ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മീഡിയയിലൂടെ കടന്നു വന്ന ഒരു പ്രേത സിനിമ പോലത്തെ ഒരു സാഹചര്യം ഈ കുഞ്ഞ് കാണാനിടയായി. പക്ഷെ ആ കുഞ്ഞിൻ്റെ കാഴ്ചപ്പാടിൽ അന്നൊരു ഭയങ്കര പേടി എൻ്റെ ഉള്ളിൽ കിട്ടി. ഈ പേടി കാരണമാണ് ഈ കുഞ്ഞിന് പിന്നെ പഠിക്കാൻ പറ്റാവുന്നത്. പക്ഷേ ആ നാളുകളിലാണ് ഇവിടെ മരണവും സംഭവിച്ചത്. അപ്പം ഈ രണ്ട് സംഭവങ്ങളെയും ഈ കുഞ്ഞ് സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് സ്വന്തം തോന്നലുകളിൽ ഒരു ഉത്തരം കണ്ടെത്തുക. പിന്നെ ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെയധികം നൊമ്പരങ്ങളിലൂടെയും ഒപ്പം കുഞ്ഞിൻ്റെ ക്യാരക്ടർ ബേസിലാണെങ്കിലും കുറച്ചധികം പ്രശ്നങ്ങളും ഉണ്ടായി. ഈ കൈകാര്യം ചെയ്ത സമയത്താണ് ഈശോ തന്നൊരു കാര്യം, കല്ലറ ഭയപ്പെടാനുള്ളതല്ല. കല്ലറയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ
വിശ്വാസ സത്യമാണ് അവിടെ ഉത്ഥാനം ഉണ്ട് എന്ന്. അതുകൊണ്ട് ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരായി നമ്മൾ മാറണം. ചേർന്ന് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങളൊരു വലിയ സംഭവം അവിടെ നടന്ന് ഈശോ തന്നതനുസരിച്ചൊരു കാര്യം അവിടെ ക്രമീകരിക്കുന്നുണ്ട്. 2033 ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ മഹാജൂബിലി. അപ്പോൾ 2033 ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ മഹാജൂബിലിക്ക് വേണ്ടി കുഞ്ഞുങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ വളർത്തിക്കൊണ്ടുവരിക. അത് LKG തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളാണ്. ഇവരോട് ഈ കല്ലറയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ആ കല്ലറയെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞ ശേഷം അവർക്കൊരു മെസ്സേജ് കൊടുത്തു. അതിനുശേഷം ഇവർ ധ്യാനം കൂടി അവർ തിരിച്ചു പോയി കഴിഞ്ഞ് പല മാതാപിതാക്കളും പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അവർക്ക് പേടി മാറി. കല്ലറ എന്നുള്ളൊരു വലിയ പേടി സ്വപ്നം മാറി കിട്ടുക. അതുകൊണ്ട് ഈ ഒരു ഭയത്തിൻ്റെ കല്ല് നമുക്കുണ്ടെങ്കിൽ ആ കല്ല് മാറ്റാൻ ഈശോ അടുത്ത് വരും. അന്ധകാര ശക്തിയുടെ മേൽ ഒരു കല്ലായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ കല്ല് ഉരുട്ടി മാറ്റാനായിട്ട് ദൈവം വരും. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കല്ല് ഉരുട്ടി മാറ്റാൻ പറഞ്ഞിട്ട് അപ്പം മർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 11ാം അധ്യായത്തിൻ്റെ 39ാമത്തെ വചനത്തിൽ മരിച്ച ആളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ ആ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുയർത്തി പ്രാർത്ഥിക്കുക. കല്ലെടുത്തു മാറ്റിയപ്പം അവിടെ ലാസറിനെ അടക്കിയിരിക്കുന്ന കാണുകയാണ്. വീണ്ടും ഈശോ പറയുന്നുണ്ട്, ലാസറിനോട് പറയുക, ലാസറേ നീ പുറത്തു വരിക. വീണ്ടും പറയുന്ന വചനമുണ്ട്. അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 11ാം അധ്യായത്തിൻ്റെ 44ാമത്തെ വചനം, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. നമ്മുടെ എല്ലാവരുടെയും കെട്ടുകൾ അഴിക്കാൻ, നമ്മുടെ എല്ലാവരുടെയും കല്ലുകൾ മാറ്റാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലെയും തടസ്സങ്ങൾ മാറ്റാൻ ഈശോ ഉണ്ട്. കല്ലറയിൽ നമുക്ക് കിട്ടുന്ന സന്ദേശം, കല്ല് ഉരുട്ടി മാറ്റുന്നതിനെക്കുറിച്ച് വചനം പറയുന്നതിൻ്റെ സത്യം എന്നാണെന്നറിയാവോ? എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ കല്ലുരുട്ടി മാറ്റും ഈശോ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. അത് ഏത് അന്ധകാര ശക്തികളുടെ മേലുള്ള കല്ലായിക്കോട്ടെ. കുടുംബത്തിൽ എത്ര അധ്വാനിച്ചിട്ടും പുരോഗതി പ്രാപിക്കാത്ത അവസ്ഥയാകട്ടെ, വീണ്ടും സാമ്പത്തിക കടബാധ്യതകളുടെ കല്ലാകട്ടെ, ഏത് കല്ല് മാറ്റാനും ഈശോ സന്നദ്ധമാണ്. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന്, ഈ കല്ലുരുട്ടി മാറ്റാൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. തിന്മയുടെ മേലുള്ള കല്ലുരുട്ടി മാറ്റുമോ? തിന്മയ്ക്കാണോ ഈ കാലഘട്ടത്ത് വിജയം, നന്മയ്ക്കാണോ വിജയം? നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോവും തിന്മയ്ക്കായിരിക്കും കൂടുതൽ വിജയമെന്ന്. ചിലപ്പം ചില കാര്യങ്ങളിലെ ചില സാധ്യതകൾ എത്ര പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടുന്നില്ലല്ലോ, എന്നാൽ ഇച്ചിരി ഈശോയോട് ചേരാതെ കുറച്ച് അലസമായിട്ട് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ജീവിച്ചാൽ എനിക്ക് ധാരാളം കൂട്ടുകാരെ കിട്ടാം, ഒരുപക്ഷെ സാമ്പത്തിക ഭദ്രത ഉണ്ടാവാം, ഏതെങ്കിലും അരുതാത്ത മേഖലകളിലൂടെ സമ്പത്തുണ്ടാക്കിയ ചിലപ്പം വേഗം നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ ചിന്തിക്കുന്നവരുണ്ടാവാം. ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് നന്മയ്ക്ക് മാത്രമാണുള്ളത്, നന്മയ്ക്ക് മാത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഇതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയോടുള്ള സ്നേഹത്താൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 20ാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, ആഴ്ചയുടെ 1ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ആഴ്ചയുടെ 1ാം ദിവസം ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ, പ്രിയപ്പെട്ടവരെ, ഈശോയെ അടക്കിയിട്ട് അവർ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് പ്രഭാതത്തിൽ ഇരുട്ടായിരിക്കും, അതായത് പ്രകാശം വീണാൻ തുടങ്ങിയില്ല. ദൈവത്തിൻ്റെ വചനമാണ്. ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ഓടുക. അതായത് ഈശോയോടുള്ള സ്നേഹത്താൽ ഉറങ്ങാത്ത രാവുകൾ നമുക്കുണ്ട് എങ്കിൽ അത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി മാറും. ചെന്ന് പറയാം ഹല്ലേലൂയ. ഇത് എന്നെ ശ്രവിക്കുന്ന പലരും ജാഗരണ പ്രാർത്ഥനകൾ,
രാത്രിയിൽ ഉറക്കവളച്ചിരുന്ന് പ്രാർത്ഥിക്കും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, ജീവനിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഉറക്കമില്ലാതെ പഠിക്കാം, സാഹചര്യം ഒക്കെ ഉണ്ടാവാം. ഏത് സാഹചര്യങ്ങളിൽ ഞാൻ ഉറക്കവളച്ചാലും ഉറങ്ങാത്ത രാവുകൾ എനിക്ക് ഈശോയുള്ള സ്നേഹത്താലുണ്ട് എങ്കിൽ അതിൻ്റെ വലിയൊരു സത്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഈശോ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. നമ്മുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെടുന്നത് എന്തിനാണെന്നറിയാവോ? ഒരേ ഒരു കാര്യം പറയാൻ, കരയരുതേ എന്ന്, ഭയപ്പെടരുതേ എന്ന് ചെന്ന് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവസ്നേഹത്തിൻ്റെ രാവുകൾ നമുക്കുണ്ടാവട്ടെ, ദൈവസ്നേഹത്തിൻ്റെ കൃപ നമുക്കുണ്ടാവട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട് അനേകം അനുഭവങ്ങൾ. ഒരു വിഷയം എന്നെ ശ്രവിക്കുന്ന ദൈവമക്കൾ ജാഗരണ പ്രാർത്ഥന, അതായത് 9 ജാഗരണ പ്രാർത്ഥന നടത്താൻ കർത്താവ് ഇങ്ങനെ ഒരു സന്ദേശം നൽകി. 9 ജാഗരണ പ്രാർത്ഥന നടന്നപ്പം മുടങ്ങിക്കിടന്ന വിവാഹ ആലോചനകൾ തിരിച്ചു വന്ന് നല്ലൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം അനുവദിച്ച ചില സംഭവങ്ങൾ. അപ്പം ചിലരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് അങ്ങോട്ട് നേരത്തെ തന്നാൽ എന്താ? എന്തിനാ ഈ 9 ജാഗരണ പ്രാർത്ഥന വരെ നോക്കിയിരിക്കാൻ കാരണം? ഇതിൻ്റെ അകത്ത് വലിയൊരു സന്ദേശമുണ്ട് ദൈവമക്കളെ. അതായത് നമ്മൾ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ലഭിക്കാതെയോ അല്ലെങ്കിൽ ദീർഘനാൾ ഇരിക്കുകയോ ചെയ്താൽ, അത് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നതും സ്വർഗം പഠിപ്പിക്കുന്ന ഒരു വിശ്വാസ സത്യമുണ്ട്. അതായത് ദൈവത്തിന് ഇടപെടാനുള്ള ഒരു സമയമുണ്ട്. അതുവരെ നമ്മുടെ ജീവിതത്തെ ദൈവത്തോടൊപ്പം ഈശോയോടൊപ്പം ക്രമീകരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കല്ലുരുട്ടി മാറ്റാനും ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഈശോയോടൊപ്പം നമ്മൾ ജീവിക്കാൻ, വ്യാപരിക്കാൻ ആഗ്രഹിക്കുന്നത്? സഭ നമുക്ക് തരുന്ന കൗദാശിക ജീവിതം, വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, വൈകുന്നേരങ്ങളിലെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥന, നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാനുള്ള ആഗ്രഹം, തിരുവചന വായന, സുഹൃതങ്ങൾ അഭ്യസിക്കാനുള്ളൊരു കൃപ, ഇങ്ങനെ തിരുസഭയോടും വിശുദ്ധ കുർബാനയോടും കൗദാശ ജീവിതത്തോടും ഒക്കെ ചേർന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കല്ല് ഉരുട്ടി മാറ്റുന്ന അനുഭവമായിട്ട് നമ്മൾ കടന്നു വരുന്നത്. ചെന്ന് പറയാമോ ഹല്ലേലൂയ? സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ? യേശുവേ ആരാധന, യേശുവേ നന്ദി. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏത് തടസ്സങ്ങളും യേശുവിനോട് ചേർന്ന് തടസ്സങ്ങളെ സമർപ്പിക്കുമ്പോൾ അത് എത്ര കാലമായാലും അത് കല്ലുരുട്ടി മാറ്റാൻ ദൈവം, സ്വർഗത്തിൻ്റെ ദൈവം മാലാഖമാരയക്കും. ഈശോ തന്നെ നേരിട്ട് വന്ന് നമ്മുടെ കല്ലെടുത്ത് മാറ്റുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഈ കല്ലുകൾ ഉരുട്ടി മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മകളുണ്ടാവാം, അഭിവൃദ്ധി ഉണ്ടാവാം, പുരോഗതി ഉണ്ടാവാം, നമ്മുടെ ചില കാര്യങ്ങളൊക്കെ സാധിച്ചെന്നിരിക്കാം. ഇത് മാത്രമല്ല കല്ല് മാറുമ്പോഴത്തെ സത്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലർക്ക് ജോലി ലഭിച്ചെന്നിരിക്കും, ചിലർക്ക് പഠനമേഖലയിൽ പുരോഗതി ലഭിച്ചെന്നിരിക്കും, ചിലരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിയെന്നിരിക്കും, സ്ഥലം വിൽക്കാനായിട്ട് കഷ്ടപ്പെട്ടിട്ട് സ്ഥലം വിൽക്കാൻ വിറ്റെന്നിരിക്കും, ഭവനം പണിയാൻ ആഗ്രഹിച്ചിട്ട് ഭവനം പണിയാൻ നടക്കാതെ വന്നവർ പ്രാർത്ഥിച്ച് ആ കല്ല് മാറ്റിയെന്നിരിക്കും, ഭവനം പണി തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാതെ പൂർത്തിയാക്കിയെന്നിരിക്കും. ഇതൊക്കെ വലിയ കൃപകളാണ്. പക്ഷേ ഈ ദൈവം തരുന്ന ഈ കൃപകളിൽ തന്നെ നിൽക്കാനല്ല നമ്മുടെ അതല്ല വിശ്വാസ സത്യം. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ കല്ലുകൾ ഉരുട്ടി മാറ്റി ദൈവകരങ്ങളിൽ നിന്നും ഈശോയുടെ പക്കൽ നിന്നും വലിയ ദൈവസ്നേഹവും വലിയ ദൈവകൃപയും അനുഭവിക്കുന്ന നമുക്ക് ഈശോ തരുന്ന വലിയൊരു സത്യമാണ്, നിനക്കൊരു ഉത്ഥാനമുണ്ട് എന്ന്. അതാണ് സത്യം. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകളും, സ്വർഗത്തിന് നമ്മൾ സ്വീകരിക്കുന്ന സകല കൃപകളും നമ്മളോട് പറയുന്ന ഒരു സത്യമുണ്ട്, മകനെ, മകളെ, ഇതൊരു ഉത്ഥാനത്തിൻ്റെ പടിയാണ്. ഉത്ഥാനമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളിലല്ല നമ്മൾ കുടുങ്ങിക്കിടക്കേണ്ടത്, അതിലല്ല നമ്മുടെ സന്തോഷം നിലനിൽക്കേണ്ടത്. നമുക്കൊരു ദൈവിക ആനന്ദമുണ്ട്. ഈ ആനന്ദം കല്ലുരുട്ടി മാറ്റുമ്പം കിട്ടും. ആനന്ദവും സന്തോഷവും രണ്ടും രണ്ടാ. ആനന്ദം എന്ന് പറയുന്നത് വലിയ കൃപയാണ്,
പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. ആനന്ദം, സമാധാനം. ഈ ഒരു സന്തോഷത്തിൻ്റെ മേഖലയിൽ നിൽക്കുന്ന അല്ലത് ആനന്ദം എന്ന് പറയുന്നത്. ഈ ആനന്ദം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കല്ലുകൾ എടുത്തുരുട്ടി മാറ്റുമ്പോൾ, അതേത് തടസ്സമാണേലും മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില നന്മകളാണ്. ഈ നന്മകൾ നമ്മളോട് പറയുന്ന ഒരു സത്യമാണ്, മകനെ മകളെ നിനക്ക് ഉത്ഥാനമുണ്ട് എന്ന്. ചേർന്ന് പറയാമോ ഹല്ലേലൂയ? സന്തോഷം പറയാമോ ഹല്ലേലൂയ? അതിനാ നമ്മൾ ഉത്ഥാനത്തിൻ്റെ മക്കളാ, ഉത്ഥാനത്തിൻ്റെ മക്കളാ. അതാണ് കല്ലറ തരുന്ന സന്ദേശം. നിനക്കൊരു ഉത്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരം നമ്മളോട് സംസാരിക്കുന്ന വലിയ സത്യമാണ്. നിനക്ക് നൊമ്പരം മാത്രമല്ല, നിനക്കൊരു ഉത്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കല്ലുകൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു സത്യമുണ്ട്. ഈ കല്ലുകൾ ഉരുട്ടി മാറ്റാൻ ഈശോ നിന്റെ കൂടാരത്തിൻ്റെ വാതിൽക്ക വന്ന് നിൽക്കും. നിന്റെ കുടുംബത്തിൻ്റെ വാതിൽക്ക വന്ന് ഈശോ നിൽക്കും. നിന്റെ ജീവിതത്തിൻ്റെ വാതിൽക്ക വന്ന് ഈശോ നിൽക്കും. നിന്റെ മുമ്പിൽ ഈശോ വന്ന് നിൽക്കും. മകനെ മകളെ, നിന്റെ കല്ല് ഞാൻ എടുത്തു മാറ്റാം. ഈ കല്ല് ഈശോ എടുത്തു മാറ്റുന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയുടെ വലിയ ഒരു അടയാളവും മാർഗവുമാണ്. ചെന്ന് പറയാമോ ഹല്ലേലൂയ? സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്, ഭക്ത സ്ത്രീകൾ കല്ലറയിലേക്ക് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ വരികയും അവർ വരുമ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത് അവർ കാണുകയും. നമുക്കറിയാം, ഈശോയുടെ മരണത്തോടുകൂടി സകലതും തീർന്നു എന്ന് വിശ്വസിച്ച വലിയ ഒരു യഹൂദരുടെ ഒരു ചിന്തയുണ്ടായിരിക്കാം. പക്ഷേ നമ്മളെ കർത്താവ് പിന്നീട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഈ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടിട്ട്, മാലാഹമാർ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് മഗ്ദലന മറിയത്തോട് മാലാഹമാർ സംസാരിക്കുന്നതെല്ലാം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വചനങ്ങൾ പറയുന്നുണ്ട്. അവിടെ മാലാഹമാരോട് സംസാരിക്കുമ്പോൾ മഗ്ദലന മറിയം പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കിലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് കണ്ടു. 13-ാമത്തെ വചനം. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെ വച്ചിരിക്കുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? കല്ലുരുട്ടി മാറ്റിയിട്ട് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് കരയുന്നത്? വീണ്ടും ഈശോ അവരോട്, മഗ്ദലന മറിയത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് എന്ന് അവരോട് പറയണം, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. ഇതാണ് കല്ലറ നൽകുന്ന വലിയ സന്ദേശം, ഉത്ഥാനത്തിൻ്റെ രഹസ്യം. പ്രിയപ്പെട്ടവരെ, പൈശാചികമായ ഇടപെടലുകൾക്ക്, അന്ധകാര ശക്തികൾക്ക് ഒരിക്കലും ദൈവത്തെ തോൽപ്പിക്കാനാവില്ല. പിശാചിന് മനുഷ്യരുടെ മേലുള്ള ആധിപത്യം എന്ന് പറയുന്നത് ഈശോയെ വിശ്വസിക്കുന്ന അത്രത്തോളേ സമയമുള്ളൂ. ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അന്ധകാര ശക്തികളുടെയോ പൈശാചിക മേഖലയുടെയോ മേലോ സ്ഥാനമില്ല. വിശ്വസിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ ഈ അന്ധകാര ശക്തികൾ, ദുഷ്ടാരൂപയുടെ ഇടപെടലുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കുന്നവരുണ്ടാവാം. ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പിശാചിന് നമ്മളെ തോൽപ്പിക്കാനാവില്ല. രണ്ടാമത്, ഈ കല്ലുരുട്ടി മാറ്റി ലാസറിൻ്റെ കബറിടത്തിൽ നിന്നും ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നു. ഈശോയുടെ കല്ലറയിൽ ഈശോയെ പൊതിഞ്ഞ കച്ചയും മറ്റും കാണാനായിട്ട് ഇടവന്നു. ഈശോ ഉത്ഥാനം ചെയ്തു. ലാസറിനെ കല്ലറയിൽ നിന്നും ഈശോ ഉയർപ്പിച്ചു. ഇവിടെ ഒരു വലിയ വിശ്വാസ സത്യം പ്രഘോഷിക്കപ്പെടുകയാണ്. അതായത്, മരണത്തിനപ്പുറത്ത് ജീവനമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം മരണത്തോടെ തീരാനുള്ളതല്ല. ഈ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്, ഒരു ജീവനുണ്ട്. ഇതൊരു കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ്. ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് വിമോചിപ്പിച്ചിട്ട് ദൈവമായ കർത്താവ് മോശയുടെ നേതൃത്വത്തിൽ അവരെ നയിച്ചത് കാനാൻ ദേശത്തേക്കാണ്. ഈജിപ്തിൻ്റെ അടിമത്തമാണ് ഈ ലോക ജീവിതത്തിൻ്റെ അടിമത്തം. ഈ ലോക ജീവിതത്തിൻ്റെ അടിമത്തത്തിന് ശേഷം സ്വർഗത്തിലേക്കൊരു യാത്രയുണ്ട്. അതാണ് കാനാൻ ദേശം. ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ
നമ്മുടെ ജീവിതത്തിൻ്റെ കല്ല് ഉരുട്ടി മാറ്റാൻ മാലാഖമാർ ഉണ്ടാവാം, കല്ല് മാറ്റാൻ ഈശോ തന്നെ വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ ദൈവകരങ്ങളിലേക്കും ഫലമേൽപ്പിക്കാം. മാലാഖമാർ സഹായിക്കാനുണ്ടാവട്ടെ, ഈശോ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, പുരോഗതി പ്രാപിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കല്ലുകൾ എടുത്തു മാറ്റാൻ സ്വർഗത്തിൻ്റെ ദൂതരെ അയക്കണേ. അങ്ങ് തന്നെ കടന്നു വരണമേ. ഈശോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക്, വ്യക്തി സ്വഭാവത്തിലേക്ക്, എല്ലാ മേഖലകളിലേക്കും കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കി ഉത്ഥാനത്തിൻ്റെ കൃപയിലേക്ക് അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.